കരിക്കിൻ വെള്ളം 1 ഗ്ലാസ്, ജലാറ്റിൻ 2 ടേബിൾ സ്പൂൺ, ഷുഗർ 2 ടേബിൾ സ്പൂൺ, ചെറിയ പീസസ് ആക്കി വെച്ച കരിക്ക്, ജലാറ്റിൻ 2 ടേബിൾ സ്പൂൺ വെള്ളവുമായിട്ട് മിക്സാക്കി വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കുതിർന്നിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ഗ്ലാസ് കരിക്കിൻ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഷുഗറൊക്കെ നല്ല മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച ജലാറ്റിനാണിത്. ഈ ഒരു പരുവത്തിലായി കിട്ടും. ജലാറ്റിൻ കരിക്കും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ആകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി മിക്സായിട്ടുണ്ട്. ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് യോജിപ്പിച്ച് കൊടുത്തത്. പത്ത് മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പിച്ച ശേഷം പുഡിംഗ് ട്രേയിലോ ബൗളിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ജലാറ്റിൻ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ഒരു വൈറ്റ് കളറല്ല, ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. ഇനി ഇതിലേക്ക് നേരത്തെ കട്ടാക്കി വെച്ചിരിക്കുന്ന കരിക്കിൻ പീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് വെച്ച് സെറ്റാക്കി എടുക്കാം. അടച്ച് സൂക്ഷിക്കുക. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പുഡിങ്ങിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.